വൈഫിന് ജോലി കിട്ടി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇങ്ങോട്ട് വന്ന് പറയുകയാണ് ചെയ്തത്. വന്ന കുടുംബങ്ങൾ ഇവിടെ വഴിപാട് നടത്തിയതിന് ശേഷം അവരുടെ ബിസിനസ് മെച്ചപ്പെട്ടതും അതുപോലെ കുടുംബത്തിൽ വഴക്കുകളും ഇല്ലാണ്ടായതും കുട്ടികളുടെ വിവാഹം നടത്തിയതും. എല്ലാവർക്കും നമസ്കാരം, ഞാൻ രേവതി. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വിടങ്ങര ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ കാഞ്ഞിരപറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് വിടാങ്ങര ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. ബാലസുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അപ്പോൾ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് ക്ഷേത്രത്തിലെ MA ശാന്തി ഹർഷവർദ്ധനൻ തിരുമേനിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം തിരുമേനി. നമസ്കാരം. ഇവിടെ മറ്റു ക്ഷേത്രങ്ങളിലെ പോലെയല്ല, വളരെ പ്രത്യേകതയുള്ള ഒരു പ്രതിഷ്ഠയാണ് ഭഗവാന്റെ. ബാലസുബ്രഹ്മണ്യനാണ്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? അതായത് താരകാസുര വിഗ്രഹം കഴിഞ്ഞിട്ടുള്ള സുബ്രഹ്മണ്യനാണ് പല ക്ഷേത്രങ്ങളിലും പ്രസിദ്ധമായിട്ടുള്ള പല ക്ഷേത്രങ്ങളും കണ്ടിട്ടുള്ളത്. അല്ലാണ്ട് ഒരെണ്ണം കണ്ടേക്കുന്നത് ഇതാണ്. എനിക്ക് അറിവിൽ വേറൊന്നും അങ്ങനെയായിട്ട് താരകാസുരനെ നിഗ്രഹിക്കാൻ പോകുന്നതിന് മുമ്പുള്ളതാണ്. താരകാസുരനെ നിഗ്രഹിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു രൂപമാണ് ബാലസുബ്രഹ്മണ്യൻ. അപ്പൊ അതാണ് നമ്മുടെ, അതായത് വേലില്ലാത്ത സുബ്രഹ്മണ്യൻ. അതാണ് അപ്പൊ അതിന്റെ പ്രത്യേകത. അപ്പൊ വേലുണ്ടാവില്ല. അപ്പൊ അതിനുശേഷമാണ് വേല് എടുത്തിട്ട് പ്രതിഷ്ഠയായിട്ട് ഇപ്പൊ പഴനിയിലൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ളതല്ലേ. പൊതുവെ ബാലസുബ്രഹ്മണ്യ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കുറവാണ് ഭഗവാന്റെ. അപ്പൊ തിരുമേനി ഇത്രയും വർഷമായിട്ട് നമ്മുടെ ഭഗവാന്റെ ഒപ്പം തന്നെ ഉണ്ട്. അപ്പൊ ഒരു അനുഭവം എന്താണ്? കഷ്ടപ്പാടും ദുരിതങ്ങളും ഒന്നും ഇല്ലാണ്ട് ഇത്രയും നാളും ജീവിച്ചു. അതെ അതെ, അത് തന്നെ ഭഗവാന്റെ ഒരു കാര്യം. ഭഗവാന്റെ കാര്യം. എന്റെ കുട്ടിക്കാലം മുതൽ എന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാതിരുന്നില്ല. എല്ലാം ഭഗവാൻ സാധിച്ചു തന്നിട്ടുണ്ട്. ഇവനൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ആഗ്രഹിക്കാതെ നമ്മൾ മനസ്സിൽ മണ്ണൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടന്നിട്ടുണ്ട്. എന്താണ് ബാലസുബ്രഹ്മണ്യം ഒരു കുഞ്ഞിന്റെ ഒരു മനസ്സ് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ പൂജിക്കുന്ന സമയത്തൊക്കെ? ഒരു കുട്ടി ഭഗവാൻ അത് സ്വതവേ ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൂർത്തി മൈനറാണെന്നാണല്ലോ ഗവൺമെന്റും പറയുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ വരും ഒരു കൊച്ചു കുട്ടികളാണ്. ഞാൻ എന്റെ മകളെ നോക്കുന്ന പോലെയാണ്, ഒരു അച്ഛൻ കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ്. ജോലി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ വിദ്യാഭ്യാസ അസുഖങ്ങളുടെ കാര്യങ്ങളും ഇങ്ങനെ പലതും പറഞ്ഞു. ജോലിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ അങ്ങനെ എന്താ വഴിപാടാണ് ഇവിടെ? ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് കദളിപ്പഴവും പഞ്ചാമൃതമാണ്. പഞ്ചാമൃതമാണല്ലോ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് എല്ലാരും പറയുന്നത്. കദളിപ്പഴം സ്ഥിരം വേണമെന്നാണ് പറയാറ്. ഞാനിരിക്കുന്ന കാലത്ത് അങ്ങനെ സ്ഥിരം ചെയ്യാറുണ്ട്. എന്നും നേദിക്കുന്നതാണ് ഭഗവാന്. പിന്നെ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രധാന വിശേഷ ദിവസങ്ങളൊക്കെ ഏതൊക്കെയാണ്? എല്ലാ ഷഷ്ടിക്കും ധാരാളം ആൾക്കാർ വരാറുണ്ട്. വെളുത്ത ഷഷ്ടി, പിന്നെ വൃശ്ചികമാസത്തിലെ ഷഷ്ടിക്കാണ് ഉത്സവം. അതെ, സുബ്രഹ്മണ്യ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് ഷഷ്ടിവ്രതം. ഇപ്പൊ ഒരുപാട് ഭക്തര് ഷഷ്ടിവ്രതം അനുഷ്ഠിക്കാറുണ്ട്. അപ്പം ഇവിടെയും അതിനൊരു പ്രാധാന്യം ഉണ്ടല്ലോ. എന്താണ് ശരിക്കും ഷഷ്ടിവ്രതം? എങ്ങനെയാണ് അതിനെ കുറിച്ച് പറയാം? ഷഷ്ടി തുടങ്ങണ സമയം മുതൽ ഉപവാസം എടുക്കും. പൊതുവെ സ്ത്രീകളാണല്ലേ? സ്ത്രീകള് പുരുഷന്മാരും ഉണ്ട് കേട്ടോ. പുരുഷന്മാരും എടുക്കാറുണ്ട്. ജീവിതത്തിലെ എല്ലാ പ്രാരബ്ധങ്ങളും ഒഴിയാൻ വേണ്ടിയിട്ടാണ് ഷഷ്ടി. സുബ്രഹ്മണ്യ പ്രീതിക്കാണ് ഷഷ്ടി. പഞ്ചാംഗം നോക്കി ഷഷ്ടി തുടങ്ങുന്ന സമയം മുതൽ മറ്റേ ഉപവാസം അനുഷ്ഠിച്ച് അത് കഴിയുമ്പോൾ ഇവിടുത്തെ നേദിച്ച നിവേദ്യം കഴിക്കാൻ കൊണ്ടുപോകാറുണ്ട്. ഈ ഉപവാസം എന്ന് പറയുമ്പോൾ ഒന്നും കഴിക്കാതെ, അല്ലാതെ ഈ ഒരിക്കലെന്ന് പറയുന്നത് അത് ചെയ്യാറുണ്ട്. ഒരിക്കല് ഇവിടെ വരണവരെ ഉപവാസം എന്നാണ് പറയാറ്. അപ്പൊ ഷഷ്ടി എന്ന് പറയുമ്പോൾ ശരിക്കും ഉപവാസം തന്നെ എടുക്കണം അല്ലേ? പൂർണ്ണമായിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ല, വെള്ളം മാത്രം. ഉപവാസം എടുത്താൽ രാവിലെ മുതൽ തന്നെ അവര് അമ്പലത്തിൽ വരും. നട അടയ്ക്കുന്നത് വരെ ഇവിടെ കീർത്തനങ്ങൾ ചൊല്ലണവരുണ്ട്. അതുപോലെ തന്നെ പ്രദക്ഷിണം വയ്ക്കുന്നവരുണ്ട്. ഇങ്ങനെ നട അടയ്ക്കുന്നവരെ പ്രദക്ഷിണം വയ്ക്കുന്നവരുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പൂജിച്ച നിവേദ്യം കൊണ്ടുപോകും. അത് മാത്രമേ അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പൊ അത് എപ്പോഴും വൈകുന്നേരമാണോ കഴിക്കുന്നത്? ഉച്ചയ്ക്ക് കഴിക്കും. അപ്പൊ അത് രാവിലെ വരും, ഒന്നും കഴിക്കില്ല. അപ്പൊ ഇവിടെ ഭഗവാന്റെ നേദ്യം അല്ലേ? അത് എത്ര ദിവസമാണ് പൊതുവെ എടുക്കുന്നത്? ഒരു ദിവസമേ ഉള്ളൂ. ഷഷ്ടി 24 മണിക്കൂർ ആണ് വേണ്ടത്. അതിൽ ഒരു നേരം കഴിക്കുന്നവരാണ് കൂടുതലും. കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. തലേ ദിവസം രാത്രി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കഴിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ അത് കൊണ്ടുപോയിട്ട് രാത്രി കഴിക്കുന്നവരുണ്ട്. നിവേദ്യം കൊണ്ടുപോയിട്ട്. ശരി, അപ്പൊ അത് നമുക്ക് എങ്ങനെ വേണം കഴിക്കാം. അതുവരെ ഒരു നേരം ഉച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ അത് ഒരിക്കലായി മാറും. മറ്റതാണെങ്കിൽ നേരം കഴിക്കുവാണെങ്കിൽ അത് ഉപവാസമായിട്ട് മാറും. ശരിക്കും എന്താണ് ശരിക്കും എടുക്കേണ്ടത്? ഉപവാസമാണോ? ഉപവാസമാണ് ഏറ്റവും നല്ലത്. ഷഷ്ടി എടുക്കുന്നത് ആൾക്കാരുടെ ഒരു ഉദ്ദേശം എന്താണ് ശരിക്കും? ഐശ്വര്യത്തിനും രോഗപീഠകൾ ഒഴിവാക്കാനും പിന്നെ കുടുംബക്ഷേമത്തിനും. മൊത്തത്തിൽ കുടുംബത്തിലെ ഒരു ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഷഷ്ടിയുടെ സമയത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓരോ മാസം പ്രത്യേകതയുള്ളതുകൊണ്ട് അങ്ങനെ പേരിട്ടുണ്ട്.
ശരിക്കും എല്ലാ എല്ലാ മാസവും ഷഷ്ടിക്കും പ്രത്യേകം പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ എല്ലാ മാസവും ഷഷ്ടി പ്രാധാന്യമുണ്ട്. അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ടോ? സ്കന്ദഷഷ്ടി ശരിക്കും എപ്പോഴാണ്? സ്കന്ദഷഷ്ടി തുലാമാസത്തില്. സാധാരണ എല്ലാ ഷഷ്ടിയും ഒരുപോലെ തന്നെയാണ് ഇവിടെ നോക്കുന്നത്. തൈപ്പൂയം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെയാണോ? അത് തമിഴ്നാട്ടിലെ ഇവിടുത്തെ സുബ്രഹ്മണ്യ അമ്പലങ്ങളിലുണ്ട്. അത് തൈമാസം എന്ന് പറയും, നമ്മുടെ മകരമാസമായിട്ട് വരും. അതിന് അന്നത്തെ പൂയം നാളാണ് സുബ്രഹ്മണ്യന്റെ നാള്. അതെ പൂയം നക്ഷത്രമാണല്ലോ ഭഗവാൻ. അന്ന് കാവടിയും ഗംഭീര പരിപാടികളൊക്കെ അപ്പൊ ഈ മകരമാസത്തിലെ പൂയം നക്ഷത്രമാണ് ഈ തൈപ്പൂയം. സുബ്രഹ്മണ്യ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം കാവടി ഭയങ്കര പ്രാധാന്യം ഉണ്ടല്ലോ. അത് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? കാവടി എന്ന് പറഞ്ഞ സുബ്രഹ്മണ്യന് അഭിഷേകങ്ങൾ, അഷ്ടാഭിഷേകങ്ങൾ എന്ന് പറയും. അത് കരിക്കുണ്ട്, പാലുണ്ട്, നെയ്യുണ്ട്, പഞ്ചാമൃതമുണ്ട്, അങ്ങനെ പല ഐറ്റങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഈ കാവടിയായിട്ട് അവർ നൊയമ്പെടുത്ത് അത് ഈ ശബരിമലയ്ക്ക് നെയ്യ് നിറയ്ക്കണ പോലെ നോയമ്പെടുത്ത് പാത്രത്തിൽ നിറച്ച് ഇവിടെ തുള്ളിക്കൊണ്ട് വരികയാണ്. അതായത് ഈ സാധനങ്ങൾ പാത്രത്തിൽ നിറയ്ക്കും? പാത്രമല്ല, അതിന് പ്രത്യേക പാത്രങ്ങളുണ്ട്. ആ പാത്രത്തിൽ നിറച്ച് ഇപ്പൊ കാവടി നമ്മൾ ആ പൂക്കൾ കണ്ടിട്ടില്ലേ, അതിന്റെ അടിയിൽ ഒരു പീഠം ഉണ്ടല്ലോ, ആ പീഠത്തുമ്പിലാവും ഇത് വയ്ക്കുണ്ടാവും, പാലുണ്ടാവും. അതൊക്കെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ അതിന് പ്രത്യേക ഒരു മൊന്ത പോലെ ഉണ്ടാവും. അതിൽ കൊണ്ടുവന്ന് അത് മാത്രമേ അകത്തേക്ക് കൊടുക്കുള്ളൂ. അത് അഭിഷേകം ചെയ്യും. അപ്പൊ ശരിക്കും കാവടി എന്ന് പറഞ്ഞ ഇപ്പൊ സാധാരണ നമ്മൾ കാണുമ്പോ ഈ പൂ അലങ്കരിച്ചിട്ടുള്ള ഒരു സംഭവം നമ്മൾ കാണുള്ളൂ. അതിന്റെ ഉള്ളില് ഈ കാവടിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ്? അപ്പൊ തിരുമേനി ഒന്ന് പറഞ്ഞത്. കാവടിയുടെ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചാ. ചിലര് കരിക്ക് കൊണ്ടുവരും, പാലായിരിക്കും. ചിലര് ഈ പഞ്ചാമൃതം അത് പിന്നെ പഞ്ചാമൃതം ഉണ്ടാക്കിക്കൊണ്ടിരും. പിന്നെ നെയ്യ്, ഭസ്മം. അപ്പൊ ഇതിൽ ഏത് ദ്രവ്യം വേണമെങ്കിലും കാവടിയിൽ വെക്കാം. അപ്പൊ അത് ഭഗവാന് നേദിക്കാൻ അങ്ങനെ അഭിഷേകത്തിനാണ്. അപ്പൊ അവര് വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ ആ ഒരു ചിട്ട കാര്യങ്ങളൊക്കെ നോക്കണം. അതെന്തൊക്കെയാണ്? 6 ദിവസത്തെ വ്രതമാണ് സാധാരണ എടുക്കുക. സുബ്രഹ്മണ്യൻ 6 പ്രധാനം. അപ്പൊ 6 ദിവസത്തെ വ്രതം എടുത്ത് എല്ലാ ദിവസവും കുളിക്കുക, ജപം, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഭക്തിയായി മറ്റേ ഈ ശബരിമലയ്ക്ക് നിറയ്ക്കണ പോലെ തന്നെ കുളിച്ച് നിറച്ച് പിന്നെ ഘോഷയാത്രയായിട്ടുള്ള വരികയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ഭാഗത്തെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഓരോ പാത്രങ്ങളുണ്ടാവും. അത് ഇവിടെ കൊണ്ടുപോകും, സമർപ്പിക്കും. അപ്പം ഈ കാവടി എടുക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടാണോ? അത് എന്തൊക്കെയായിരിക്കും ഇപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും? അത് ഇത് തന്നെ പ്രാരബ്ധങ്ങളും രോഗപീഠകളും അത് പൊതുവെ പുരുഷന്മാരല്ലേ എടുക്കുന്നത്? കാവടി പുരുഷന്മാർ. അത് സ്ത്രീകൾക്ക് എടുക്കാൻ പാടില്ല, അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം പൊതുവെ. പക്ഷെ പുരുഷന്മാരാണ് എടുക്കുന്നത്. ആയാസം കൂടിയിട്ടുള്ള പണിയായിട്ടുണ്ടാവും. ഇത് നല്ല കനമുണ്ട് ഇതിനെ. കാവടി കൂടിയിട്ടുള്ളതായതുകൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പം ഈ വലിയ കാവടി അങ്ങനെ ഉണ്ടോ? ഇപ്പം നമുക്കൊരു കാവടിയായിട്ട് സമർപ്പിക്കുമ്പോ ഭഗവാന് വലിയ കാവടി വേണം, അതൊക്കെ ഈ പ്രദർശിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യണം. ചെറിയ കാവടിയായാലും ശരി, വലിയ കാവടിയായാലും ശരി. ചിലരിങ്ങനെ ശൂലം കുത്തിക്കൊണ്ട് പോകണം. അതൊക്കെ ഈ പ്രദർശനം മാത്രമേ ഉള്ളൂ. അത് ഈ മറ്റേ ശരീരത്തെ പീഡിപ്പിക്കുക, ദേവഭീതിക്ക് വേണ്ടിയിരുന്ന അത് ഒരു ശരിയായ നടപടി അല്ല. അത് ശരിക്കുള്ള ഭക്തി അല്ല അല്ല. അപ്പൊ ശരിക്കും അങ്ങനെ ഉണ്ടോ? ഇപ്പം സുബ്രഹ്മണ്യ സ്വാമിക്ക് നാക്കില് ശൂലം ഇങ്ങനെ ഇതൊക്കെ ഇട്ട് വരണം, അങ്ങനെ ഒരു ഭഗവാൻ നമ്മുടെ രീതിയല്ല, അത് തമിഴ്നാട്ടിലെ രീതിയാണ് എന്ന് പറയും. ഇപ്പൊ ഈ ശയന പ്രദർശനം ചെയ്യണില്ലേ, അതുപോലെ ശൂലം തറച്ച് കാവടിയുടെ കൂടെ തുള്ളി വരും. അപ്പൊ നമ്മൾ ഈ കാവടി പൊതുവെ കാവടി നേരുമ്പം ഇത്ര കാവടി വേണം അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. നമുക്ക് ഒരാളായിട്ട് വരാറുണ്ട്. ഈ അതൊക്കെ ആ ഒരു പ്രൗഢി കാണിക്കാൻ. ഇപ്പൊ നാട്ടില് കുറെ ആൾക്കാര് ഒരു ഗ്രൂപ്പായിട്ട് വരുന്നതുണ്ട്, ഒരാൾ മാത്രമായിട്ട് വരുന്നതുണ്ട്. അതിങ്ങനെ പലരും വരാറുണ്ട്. ചില വീട്ടിൽ നിന്ന് തന്നെ അത് ഈ മറ്റേ ആ പൂക്കളൊന്നും ഇല്ലാണ്ട് പാത്രം മാത്രമായിട്ട് വന്ന്. അപ്പൊ അതെങ്ങനെ കൊണ്ടുവരും കാവടി ഇല്ലാതെ? അതൊരു താലത്തിൽ വെച്ച് താലം പോലെ ഒരു ഇതിൽ വെച്ചിട്ട്. അപ്പൊ ശരിക്കും കാവടി എന്ന് പറഞ്ഞ ഈ ദ്രവ്യങ്ങളാണ് മെയിൻ ആയിട്ട്. ദ്രവ്യങ്ങളാണ്, അഭിഷേകത്തിനുള്ള ദ്രവ്യങ്ങളാണ് കാവടി. അതിനൊരു അലങ്കാരമാണ് ഈ പൂക്കള്. അപ്പൊ ഈ കാവടിക്ക് ഒരു സമയമുണ്ടോ? നമുക്കിപ്പോ എപ്പോഴൊക്കെ ഇവിടെ നേർന്ന് ചെയ്യാം അങ്ങനെ ഒരു? അത് സാധാരണഗതിക്ക് ഈ പൂയത്തിന് അല്ലെങ്കിൽ ഈ ഉത്സവകാലത്താണ് അത് കൊണ്ടേക്കണം. കൊല്ലത്തിലൊരിക്കലൊക്കെ കൊണ്ടുള്ളൂ. പിന്നെ അല്ലാണ്ടായി കൊണ്ടുവരുന്നത് ഇങ്ങനെ ആഘോഷമായിട്ടൊന്നും കൊണ്ടുവരാറില്ല. അഭിഷേകം വേണമെന്നും പറഞ്ഞ് കൊണ്ടുവരണം. ഇപ്പോൾ പാലായാലും ശരി, ഇതായാലും ശരി, അവർ ആ കാവടി എന്നുള്ള ധ്യാനത്തിൽ പീഡകൾക്ക് ആണ് പ്രധാനം. സുബ്രഹ്മണ്യന് ഭജനം, പിന്നെ ഐശ്വര്യത്തിനും മറ്റേ കാര്യസാധ്യത്തിനും ഒക്കെ സുബ്രഹ്മണ്യന് വഴിപാട്. ഇതിനാണ് കാവടി പ്രധാനമായിട്ട്. എത്രയും വർഷത്തിനിടയ്ക്ക് തിരുമേനിക്ക് ഭഗവാന്റെ അടുത്ത് പൂജിക്കുന്നതാണ്. അപ്പം ഒരുപാട് ഭക്തർ വന്നിപ്പോ തിരുമേനിയുടെ അടുക്കല്ലേ കാര്യങ്ങൾ പറയാം, വിഷമങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? കുടുംബങ്ങൾ വന്നിട്ടുണ്ട്. അത് മൂലകുടുംബം ഇവിടെ ആയിട്ട് വിറ്റുപോയവര് അവരുടെ ദുരിതം തീർക്കാനായിട്ട് അന്വേഷിച്ച് ഇവിടെ വന്ന് ഈ അമ്പലത്തിൽ വന്ന് എന്താ വഴിപാട് ചെയ്യേണ്ടതെന്ന് ചോദിക്കലും. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഏറ്റവും പ്രധാന വിശേഷമായിട്ട് സുബ്രഹ്മണ്യ വിശേഷമായിട്ടുള്ളത് കദളിപ്പഴവും പഞ്ചാമൃതമാണ്. അത് പറഞ്ഞു. അത് അവര് മുടങ്ങാണ്ട് എല്ലാ മാസവും പോയെത്തുന്ന ആള്
ഭഗവാന്റെ നാളില്. നടത്തി. അതിനുശേഷം അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെട്ട കഥ പറയണ്ടായിരുന്നു. എന്തായിരുന്നു അവിടെ പ്രശ്നങ്ങള്? കുടുംബ വഴക്കുകളുണ്ട്, സഹോദര വഴക്കുകളുണ്ട്, കുട്ടികളുടെ നിരവായുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏതാണ്ട് ഒരു 90% മാറിയതായിട്ടാണ് അവർ. ഇപ്പോൾ ഒരാൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് പോകുന്നുണ്ട്. അദ്ദേഹം എല്ലാ മാസവും വരാറുണ്ട്. അപ്പൊ ഇവിടെ വന്ന് ആ ഒരു ചെയ്ത ശേഷമാണ് അവർ അങ്ങനെയാണ് അവർ പറഞ്ഞത്. ബിസിനസ് ഒക്കെ നേരെ ആയത്. എപ്പോഴാണ് തുറക്കുക? 5:30 നട തുറക്കുക. അത് കഴിഞ്ഞ് ആദ്യം നിർമ്മാല്യം കഴിഞ്ഞാൽ അഭിഷേകം. അത് പാലുണ്ടാവും, കരിക്കുണ്ടാവും. അത് ഭക്തന്മാർ കൊണ്ടുവരുന്നതനുസരിച്ച്. എപ്പോഴാണ് നട അടയ്ക്കുക? 9 മണിക്ക്. 9 മണിക്ക്. അപ്പൊ നിത്യപൂജ ഉണ്ടോ? നിത്യപൂജ ഉണ്ട്. രാവിലെ വൈകുന്നേരം? ഇല്ല, വൈകുന്നേരം രാവിലെ മാത്രമേ. രാവിലെ മാത്രം. അപ്പൊ എല്ലാ ദിവസവും 5:30 മുതൽ 9 മണി വരെ ഉണ്ടാവും. അപ്പം പിന്നെ നമുക്ക് ഷഷ്ടിക്ക് പ്രധാനമാണ് അല്ലേ? അതെ. തിരുമേനിക്ക് ഈ ഒരു ക്ഷേത്രമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? എത്ര കൊല്ലം മുമ്പ് തൊട്ടാണ്? എങ്ങനെയാണ് അതിന്റെ? അതൊരു 300 കൊല്ലം മുമ്പേ ഇവിടെ ഒരു ഇല്ലുണ്ടായിരുന്നു. പാലക്കാട്ടുമന എന്ന് പറഞ്ഞൊരു ഇല്ലുണ്ടായിരുന്നു എന്നാണ് കേട്ട് കേൾവി. ആ ഇല്ലം അവരുടെ കീഴിലായിരുന്നു ഈ അമ്പലം. ഈ ഒരു ക്ഷേത്രം അത് അന്യം നിന്നുപോയി. ആ അന്യം നിന്നുപോയപ്പോൾ ആ സ്വത്ത് കൊച്ചി രാജാവ് അത് ഞങ്ങൾക്ക് തന്നു എന്നാണ് പറയുന്നത്. കുറുമൂർ മന എന്നാണ് ഞങ്ങളുടെ ഈ കുടുംബ പേര്. കുറുമൂർ മന. അത് തറവാട് എറണാകുളത്തെ പാലാരോട്ടത്താണ്. നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവം എപ്പോഴാണ്? വൃശ്ചികമാസത്തിലെ ഷഷ്ടി നാളില് ആ ഒരു ദിവസമാണ് അകത്തെ ചടങ്ങുകളുള്ളത്. 4 ദിവസത്തെ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഈ ബാലസുബ്രഹ്മണ്യൻ ആയതുകൊണ്ട് തന്നെ ഭഗവാൻ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുമ്പോൾ വേലോട് കൂടിയുള്ള അപ്പൊ ഇവിടുത്തെ എങ്ങനെയാണ്? അപ്പൊ ഇവിടെ അനുഗ്രഹം തരുന്ന സുബ്രഹ്മണ്യനായിട്ടാണ്, വേലില്ലാതെ അനുഗ്രഹം തരുന്ന ഭഗവാനായിട്ട്. കുഞ്ഞുമക്കൾക്ക് ഇപ്പൊ കുഞ്ഞു സുബ്രഹ്മണ്യ സ്വാമി ആയതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കൾക്ക് കുട്ടികൾക്ക് പ്രാധാന്യമുണ്ട്. കുട്ടികൾക്ക് വളരെ വിശേഷമായിട്ട് ഇവിടെ വരാറുണ്ട്. കുട്ടികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വളരെ വിശേഷമാണ്. തിരുമേനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? ജീവിതത്തിൽ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുള്ള കാലത്ത് തന്നെയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം കുട്ടിയുണ്ടായി. അങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാണ് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വൈഫിന് ജോലി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇങ്ങോട്ട് വന്ന് പറയുക ചെയ്ത് ജോലി എയ്ഡഡ് സ്കൂളിൽ കിട്ടി. അപ്പൊ അത് ശരിക്കും ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. ആ തിരുമേനി എന്നും പൂജിക്കുന്ന ആ ഒരു. അപ്പൊ അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് എന്റെ ജീവിതം അങ്ങനെ കടന്നുകൂടി.